നമസ്കാരം. ഇന്നത്തെ വോൾസ് ആയിട്ടുള്ള കളിയിൽ ആർസണൽ പ്ലെയേഴ്സ് ബേസിക്കലി വേൾഡ് വൈഡ് ആയിട്ടുള്ള ആർസണൽ ഫാൻസിൻ്റെ പേഷ്യൻസ് ശരിക്കും ടെസ്റ്റ് ചെയ്തൊരു കളിയായിരുന്നു. ടേബിളിൽ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്നത് ഓൾറെഡി റെലിഗേറ്റഡ് ആയിട്ടുള്ള ടീമാണ് വോൾസ്. അവരുടെ ഗ്രൗണ്ടിൽ പോയിട്ട് 2-0 ലീഡായിട്ട് നിൽക്കും കളി. എങ്ങനെയാണ് ഈ 2-2 ആയി മാറിയത്? ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ, അതായത് സ്പേഴ്സായിട്ടുള്ള കളി വരണ ദിവസം വരെ ഉറപ്പിച്ചോ, ബോട്ടിലിംഗ് എന്നുള്ളൊരു വേർഡ് എത്ര പ്രാവശ്യം മില്യൺ ടൈംസ് യൂസ് ചെയ്യും ഓപ്പോസിഷനും പണ്ഡിറ്റ്സും ഫാൻസും. ഇത് കളി ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു. ഈവൻ ദോ നമ്മൾ ആർസണലിലെ കളിയിൽ ഫസ്റ്റ് തന്നെ 4 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഗോൾ അടിച്ചപ്പോൾ തന്നെ കളി 1-0 ലീഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആർസണലിൻ്റെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു വശപ്പെശക് ഉണ്ടെന്നുള്ളത് നമുക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഗോളിന് ശേഷം ഒരു അർജൻസിയും കാണിക്കാണ്ട് കളി പിന്നീട് കൂടുതൽ ഗോൾ അടിച്ച് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ 1 ഗോൾ ലീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഞാണുമ കളിയാണ്. അപ്പോൾ 2 or 3 ഗോൾ അടിക്കാൻ നോക്കാണ്ട് പതുക്കെ കളിച്ച് 1-0 ലീഡിൽ ഹാഫ് ടൈം പോയി. സെക്കൻഡ് ഹാഫിൽ ഓക്കെ എങ്ങനെയും ഒരു സെക്കൻഡ് ഗോൾ അടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഗെയിം കൺട്രോൾ ചെയ്യണം. ഗെയിം സ്ലോ ഡൗൺ ചെയ്ത് കൺട്രോൾ ചെയ്യണമായിരുന്നു. ആർസണൽ ഈ സീസണിൽ ഇതുവരെയുള്ള കളികളിലൊക്കെ ഗെയിം കൺട്രോളിങ് അവർ നല്ല കൺട്രോളിങ് ആണ്. ഇന്ന് തീരെ ഗെയിം കൺട്രോളിങ് ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, വെറുതെ അടിച്ച് കളയായിരുന്നു. സുഖമായിട്ട് ഗെയിം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കളിക്കുന്നതിന് പകരം ഒരു കൊളാക്കി ലാസ്റ്റ് കളി കാണാതിരിക്കുന്ന ഒരു പേഷ്യൻസ് മുഴുവൻ ടെസ്റ്റ് ചെയ്തൊരു ഗെയിമായിരുന്നു. ഇത് വെറും 2 പോയിന്റ് നഷ്ടമൊന്നുമല്ല. ഇത് ബേസിക്കലി ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു ഇഷ്യൂ ആണ്. ഒന്നുകിൽ ഈ മെൻറ്റാലിറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ പല റീസൺസ് ഉണ്ടാവും. ഫാറ്റീഗ് ഉണ്ടാവാം, പിന്നെ കളി എവറി 3 ഡേയ്സ് കളി വരുമ്പോൾ കോച്ചസിന് പുതിയ ടാക്ടിക്സോ അല്ലെങ്കിൽ ടാക്ടിക്സിൽ ചേഞ്ചോ ഒന്നും നോക്കാൻ ഗ്യാപ്പ് കിട്ടുന്നുണ്ടാവില്ല. ഫസ്റ്റ് ഒരു കളി കഴിഞ്ഞ് സൺഡേയിലത്തെ കളി കഴിഞ്ഞ് ജസ്റ്റ് റിക്കവറി ഡേ, നെക്സ്റ്റ് ഡേ പിന്നത്തെ ദിവസം ഒരു ട്രെയിനിങ്, നെക്സ്റ്റ് ഡേ എഗെയിൻ വാമപ്പ് മറ്റേ അടുത്ത കളിക്കുള്ളത്. ഇങ്ങനെയാണ് ഒരുവിധം ടോപ്പ് എല്ലാ കോമ്പറ്റീഷനിലും കളിക്കുന്ന ടീംസ് നടക്കുന്നത്. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ മിഡ് വീക്കിൽ ഗെയിം ഇല്ല. അപ്പോൾ ന്യൂ കാസലിനായിട്ട് അവർ കളിക്കുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ആർസണൽ ഡസൻ ഹാവ് ദാറ്റ് ഓപ്ഷൻ. അവർക്കിപ്പോൾ സ്പേഴ്സ് ഒരു കളിയുണ്ട്, അത് കഴിഞ്ഞ ഒരു 1 വീക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. ആ 1 വീക്കിലാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ചോദ്യം ഇതാണ്, ഈ ടീമിന് ലീഡ് കൈവശം വയ്ക്കാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞേക്കാം ആർസണലിൻ്റെ അറ്റാക്ക് അറ്റാക്കിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയാം. അറ്റാക്കിൻ്റെ പ്രശ്നമല്ല, കാരണം 2 ഗോൾ അഡ്വാൻറ്റേജ് കീപ്പ് ചെയ്യാൻ പറ്റാത്തതാണ് ആർസണലിൻ്റെ പ്രശ്നം ഈ കളിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ബേസിക്കലി മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഡോർ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ടൈറ്റിൽ റേസിലേക്ക്. കാരണം ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കയ്യിലാണ് കളി. അവരെല്ലാ കളിയും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ വിൻ ദ ടൈറ്റിൽ. പക്ഷേ എല്ലാ കളിയും ജയിക്കുക എന്ന് പറയുമ്പോൾ ആർസണലായിട്ടും ജയിക്കണം. ഈവൺ ഒരു ഡ്രോ ആണെങ്കിൽ തന്നെ അത് ആർസണലിൻ്റെ കയ്യിലാണ്. കളിയിൽ ഇപ്രാവശ്യം ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധുവൊക്കെ ഉണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ. സാക്ക നമ്പർ 10 റോളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ഓപ്ഷനാണ്. കളി തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ സാക്ക ഗോൾ അടിച്ചു. റൈസിൻ്റെ ബോക്സിലേക്കൊരു ബോള് സാക്ക ഹെഡ് ചെയ്ത് ഗോളാക്കി. ഫ്രീ റണ്ണായിരുന്നു ബേസിക്കലി. അതിന് ശേഷം പിന്നെ പോക്കായിരുന്നു കളി. സംഭവം ആർസണൽ എന്താ പറയുക, അധികം ചാൻസ് ഒന്നും കൊടുക്കുന്നില്ല. വോൾസിന് ഒരു ഷോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ആർസണലിൻ്റെ ബോക്സിൽ ആ ഒരു 3 ടച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കാണിക്കണത് ഇപ്പോൾ ഈ ഗെയിമിൽ വോൾസ് അടിച്ച ഗോൾ 2 ഗോൾ അടിച്ച് രണ്ട് ഷോട്ട്സ് ഉണ്ടാകുന്നുള്ളൂ ഓൺ ടാർഗറ്റ്. 2 ഷോട്ട്സും ഗോളായിപ്പോയി. പക്ഷേ ഇതിൽ ഇഷ്യൂ എന്താണെന്നുണ്ടെങ്കിൽ ബോക്സിലേക്ക് അധികം ആർസണലിൻ്റെ ഡിഫൻസ് സ്ട്രോങ് ആണ്. ബോക്സിലേക്ക് അധികം കടത്തുന്നില്ല. പക്ഷേ ബോക്സിൽ നിന്ന് പുറത്തടിക്കാനായിട്ട് ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. അത് ഡിഫൻഡേഴ്സിൻ്റെ അല്ല, ബാക്ക് ഫോറിൻ്റെ പ്രശ്നമല്ല, അതിന് മുമ്പിൽ കളിക്കുന്ന മിഡ്ഫീൽഡിൻ്റെ പ്രശ്നമാണ്. മിഡ്ഫീൽഡ് ഈസ് ഗിവിങ് ടു മച്ച് സ്പേസ് ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട് അടിക്കാനായിട്ട്. എന്തായാലും ഫസ്റ്റ് ഹാഫിൽ ലീഡ് ഉണ്ടായിരുന്നു, ഗെയിം കൺട്രോൾ തീരെ ഉണ്ടായിരുന്നില്ല. കില്ല് ചെയ്യണം, ഇങ്ങനത്തെ ഗെയിംസിൽ കില്ല് ചെയ്യണം, ആ ടീമിനെ കില്ല് ചെയ്യണം. എസ്പെഷ്യലി ബോട്ടം ലെവലിൽ നിൽക്കുന്ന വോൾസിനെ പോലെ ഒരു ടീമിനെ കില്ല് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. ഒരു പെനാൽറ്റി ഷൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ആ പെനാൽറ്റി ഷൗട്ട് റെഫറി കൊടുത്തില്ല. റെഫറിയുടെ അടുത്ത് നിന്ന് ഒരു ഹെൽപ്പും എക്സ്പെക്ട് ചെയ്യണ്ട. വേറെ ഐ തിങ്ക് ദാറ്റ് വാസ് എ പെനാൽറ്റി. കാരണം ഫൗളാണ് ഫസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ബോളിൻ്റെ ടച്ച് എന്ന് പറഞ്ഞാലും ബോളിൻ്റെ ടച്ച് വരുന്നേക്കാൾ മുമ്പ് ഫൗൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ബോളിൻ്റെ ടച്ച് കയറിയിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും VR അധികം ടൈം എടുത്തില്ല. വിത്തിൻ 3 seconds നോ പെനാൽറ്റി എന്ന് പറഞ്ഞു വിട്ട്. വേറെ വല്ല ടീമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചെക്ക് ചെയ്തതാണ്. എന്തായാലും ആ പെനാൽറ്റിയിൽ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.
കളി കംപ്ലീറ്റ് പോയത് ആർസനലിൻ്റെ കയ്യിൽ തന്നെയാണ് കളി പോയത്, അല്ലാണ്ട് റെഫറിയുടെ മിസ്റ്റേക്ക് കൊണ്ട് കളി പോയതൊന്നല്ലത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി ഗബ്രിയേൽ ഹിൻകാപ്പിക്ക് കൊടുത്ത ത്രൂ ബോള് പുള്ളി അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. നല്ല പ്രഷർ ഉണ്ടായിരുന്നു ഡിഫൻഡേഴ്സിൻ്റെ, പക്ഷേ കിടിലൻ ഗോളായിരുന്നു, നല്ല ഫിനിഷിംഗ് ആയിരുന്നു. അവിടെ വെച്ച് കളി തീരേണ്ടതാണ്. കാരണം വോൾസിന് ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട് ഗെയിം കൺട്രോൾ ചെയ്ത് പോകേണ്ട സ്ഥലത്ത് ആർസനലിന് കംഫർട്ടബിൾ പൊസിഷനിൽ നിന്ന് പാനിക് മോഡിലേക്ക് പോയി. ശരിക്കും 2-0 ലീഡ് ചെയ്യുന്ന ആർസനൽ ചെയ്യേണ്ടത് ബോൾ കൈവശം വെച്ചിട്ട് ടെമ്പോ സ്ലോ ആക്കണമായിരുന്നു, റിസ്ക് ഇല്ലാണ്ട് കളി മാനേജ് ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. കംപ്ലീറ്റ് ബോൾ ക്ലിയർ ചെയ്യില്ലായിരുന്നു. ക്ലിയർ ചെയ്യുമ്പോൾ റിട്ടേൺ പൊസിഷൻ വരുന്നത് വോൾസിനാണ്, അവർ തിരിച്ചു വരികയാണ്. വോൾസിന് പതുക്കെ കൺട്രോൾ ഗെയിമിൽ കൺട്രോൾ വന്നു. ഒരു 5 മിനിറ്റ് വോൾസിന് ഗോൾ വന്നിട്ടുണ്ടായിരുന്നു, ഹ്യൂഗോ ബ്യൂനോൻ്റെ കിടിലൻ ഗോളായിരുന്നു. ടോപ്പ് കോർണർ കേർലർ ഷോട്ടായിരുന്നു അത്. പക്ഷേ ആ ടോപ്പ് കോർണർ കേർലർ ഷോട്ടിന് ഒരു ഡിഫെൻഡിങ്ങും ചെയ്തില്ലേ. ഹാൻകാപ്പിയെ കുറേ ബാക്കിലായിരുന്നു. ശരിക്കും ആ ഷോട്ടിന് ഗ്യാപ്പായി കൊടുക്കാൻ പാടില്ല. കാരണം അതിനൊരു 2 മിനിറ്റ് മുമ്പ് ഇതേ പ്ലെയറിനെയാണെന്ന് തോന്നുന്നുണ്ട്, അതേപോലെ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഭാഗ്യത്തിന് പുറത്തുകൂടെ പോയി. ഇതിൽ അതും ഉണ്ടായില്ല. കറക്റ്റ് ഗോളായിരുന്നു. റൈക്ക് നോ ചാൻസ്. ആ ഗോളിന് ശേഷം കളിയുടെ ദിശ തന്നെ മാറി. ആർസനൽ കളിച്ചില്ല. ബേസിക്കലി ആർസനൽ വാസ് റിയാക്ടിങ് ടു എവ്രിതിങ്. അതായത് വോൾസ് എന്തൊക്കെ ചെയ്യാൻ നോക്കി അതിനൊക്കെ ഒരു റിയാക്ഷനാണ് ആർസനൽ നോക്കിയത്. ആർസനലിൻ്റെ സാധാരണ ഗതിയിൽ ഈ സീസണിൽ ആർസനലിൻ്റെ സ്ട്രക്ചറും റിക്കവറിങ് കമ്മ്യൂണിക്കേഷനൊക്കെ ഗംഭീരമായിരുന്നു. ഇന്ന് ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, മിഡ്ഫീൽഡ് കൺട്രോളും ഉണ്ടായിരുന്നില്ല, കമ്പോഷറും ഉണ്ടായിരുന്നില്ല. ബേസിക്കലി കുറച്ച് കഴിഞ്ഞപ്പോൾ മധുവേക്കനെ മാറ്റി. അത് കഴിഞ്ഞപ്പോൾ സാക്കനെ ഒരു പരിക്കിൻ്റെ പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോൾ സാക്കനെ മാറ്റി. എന്താ പറയുക, ലാസ്റ്റ് ഒരു 20 മിനിറ്റ് ആർസനൽ ഗെയിം മാനേജ് ചെയ്യേണ്ട സമയത്ത് കൊളാക്കി. സത്യം പറയുകയാണെങ്കിൽ കൊളാക്കി. നമുക്ക് കളി കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കിട്ടും, ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതായിരുന്നു. മാർട്ടിനലിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഗെയിം ഫിനിഷ് ചെയ്യാനായിട്ട്, ചെയ്തില്ല. 94th മിനിറ്റിൽ അത് ആക്ച്വലി ഗബ്രിയേൽ ജെസൂസിന് കിട്ടിയൊരു ചാൻസ് ആയിരുന്നു. അവിടെ നിന്ന് വന്ന ബോൾ തിരിച്ചിങ്ങോട്ട് വന്ന് റിട്ടേൺ അടിച്ച് വന്നിട്ട് ബോൾ ആർസനലിനെ ക്ലിയർ ചെയ്യാൻ കൺട്രോൾ ചെയ്തിരിക്കുന്നത് ക്ലിയർ ചെയ്യാനായിട്ട് ചാൻസുകൾ ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നില്ല. ക്രോസ് വന്നു. 94th മിനിറ്റിൽ ക്രോസ് വന്നപ്പോൾ റയയും ഗബ്രിയേലും സെയിം ബോളിന് അറ്റാക്ക് ചെയ്തു. ഒന്നുകിൽ റയ വിട്ടാൽ മതിയായിരുന്നു. മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കേസിലൊക്കെയാണ് മിസ്കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരുന്നത്. റയ സ്ക്രീം ചെയ്തിട്ട് ബോൾ ക്യാച്ച് ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഗബ്രിയേൽ പറഞ്ഞാക്കണം. നമ്മളൊക്കെ കളിക്കുമ്പോൾ നമ്മൾ പറയും ഐഷാൽ എന്ന് പറയും, അത്രേ ഉള്ളൂ. ഇതൊന്നും ഇത്രയും പ്രൊഫഷണൽ പ്ലെയേഴ്സ് മിസ്കമ്മ്യൂണിക്കേഷനിലായിട്ട് മിസ്സായതാണ്. ഇതേ സംഭവം തന്നെയാണ് സൺഡർലൻഡിനെതിരായിട്ടുള്ള കളിയിലും പോയത്. ഇപ്പോൾ നമുക്ക് പോയിന്റ് മിസ്സാവണം, 4 പോയിൻ്റാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങനൊരു സംഭവത്തിൽ പോകുന്നത്. ലൂസ് ബോൾ വന്നു, വോൾസ് അടിച്ചത് കാലഫിയറുടെ മേത്ത് കെട്ടി, ബാറിൽ കെട്ടി, എഗെയിൻ ഗോളിലേക്ക് തന്നെ പോയി. നോ ചാൻസ് ബേസിക്കലി. പക്ഷേ ഇതൊരു റീസെൻ്റ്ലി ഒരു ട്രെൻഡാണ്. ആർസനൽ 2026 ലീഡ് കിട്ടിയിട്ട് പിന്നീട് പോയിന്റ് നഷ്ടപ്പെടുത്തിയത് 7 പോയിന്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ 2026 ആർസനൽ. 2026 എന്ന് പറഞ്ഞാൽ 2 മാസം ആയിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് 5 മാച്ചിൽ 2 വിന്നേ ഉള്ളൂ. ലീഗ് മാച്ചിൽ ഇടയിൽ കപ്പ് മാച്ചസ് വിൻ ചെയ്തിട്ടുണ്ട്. കളി കഴിഞ്ഞപ്പോൾ ആട്ടർ പറഞ്ഞത് സെക്കൻഡ് ഹാഫ് വി വെർ നോട്ട് അറ്റ് ദ ലെവൽ എന്നാണ് പറഞ്ഞത്. ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഹാഫ് അല്ല, ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചതിന് ശേഷം ആർസനൽ വെർ നോട്ട് അറ്റ് ദിയർ ലെവൽ. ബേസിക് തിങ്സാണ് മിസ്റ്റേക്സ് വരുത്തിയത്. സുബമെൻഡിയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പ്ലേയേഴ്സാണ് ബോൾ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ഡെക്ലാൻ റൈസാണ്. ആട്ടത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇപ്പോൾ കലാഫിയറിനെ ഇറക്കണതിന് പകരം നോർഗാർഡിനെ ഇറക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബ്ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കലാഫിയറി എന്താ പറയുക, ഗോൾ ലൈനിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം നോർഗാർഡിനെ ഷോർട്ടേ ബ്ലോക്ക് ചെയ്യാൻ നോക്കായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർസനൽ ഫാൻസിന് ഇറ്റ്സ് എ ടഫ് വൺ. കാരണം ഈ ടീം നമ്മൾ ഈ കൊല്ലം കണ്ടിട്ടുള്ള ടീമല്ല. ഇവർ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈലൈൻ മാസ്റ്റർ ചെയ്യുന്ന ടീമാണ്. അതായത് ചാൻസ് പ്രിവെൻഷൻ കിങ്സ് ആണ്. ഒരു ചാൻസും കൊടുക്കില്ല. ഈ കളിയിലും ചാൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 2 ഷോട്ടേ ഉള്ളൂ, 2 ഷോട്ടിലും ഗോളായി. ഈ കളി കാണുമ്പോൾ മനസ്സിലാവുന്നത് വാട്ട് എവർ ദ റീസൺ, അതായത് മെൻ്റൽ ഫാറ്റിക്കോ എന്താണെങ്കിലും പാനിക്കിങ്ങോ എന്താണെങ്കിലും ഈ ടീമിന് ഈ സമയത്ത് വിത്തിൻ ദ ക്യാമ്പ് ബേസിക്കലി ഒരു മെൻ്റൽ ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ടൈറ്റിൽ റേസിൻ്റെ ഇത് എവറി സീസണിൽ നമ്മളത് കാണുന്നതാണ് ഈ ടീമിന്. അത് ഈ കളിയിൽ ശരിക്കും വന്നു. ആട്ടയ്ക്ക് വലിയൊരു ജോബാണ്. കാരണം ടീമിനൊന്ന് കാമാക്കിയിട്ട് സെറ്റിൽ ചെയ്യണം. ഓക്കെ, കാരണം
ഈ സീസണിലെ ബെസ്റ്റ് ടീം ഇതേവരെ ആഴ്സണൽ തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ബോട്ടിൽ നിന്നുള്ള വേർഡ് ഒരുപാട് യൂസേജ് വരും. അത് ആഴ്സണൽ ഇതേ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് കപ്പ് എടുക്കണ വരെ അതുണ്ടായിരിക്കും. അത് ഈ സീസണിൽ ആഴ്സണലിനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ബോട്ടിൽ നിന്നുള്ള വേർഡ് പോയി കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിൽ ഇതേ സമയമാകുമ്പോഴും ഈ ബോട്ടിലിൽ നിന്നുള്ള വേർഡ് ആഴ്സണലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഓക്കെ, മാഞ്ചസ്റ്റർ സിറ്റിനെ സംബന്ധിച്ച് അവരിപ്പോൾ എന്താ പറയുക, അടുത്ത കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ ലീഡ് എന്നുള്ളത് ഇപ്പോൾ 5 പോയിൻറ്റ് ലീഡാണ്. അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചിട്ടുണ്ടെങ്കിൽ 2 പോയിൻറ്റ് ലീഡായി മാറും. ഗാർഡിയോളയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈവൻ ദോ ദ ടീം പുതിയതാണെങ്കിലും ഗാർഡിയോളയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റിലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷേ സിറ്റി ക്യാൻ ഓൾസോ ഡ്രോപ്പ് പോയിന്റ്. സിറ്റിക്ക് ഒരു ബിഗ് ഗെയിമാണ് വരുന്നത് ന്യൂ കാസിലായിട്ട് വീക്കെൻഡിൽ. സിറ്റി കുറച്ചുകൂടെ റെസ്റ്റഡ് ആണ്. ന്യൂ കാസിൽ ഇപ്പോൾ ഒരു എവേ ഗെയിം യൂറോപ്പിൽ കളിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ ഇനി ടീം ക്യാൻ ഡ്രോപ്പ് പോയിൻറ്റ്സ്. ഈ നമ്മൾ ഒരു മെയിൽ തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നൈറ്റ് ആയിരിക്കും, അതായത് ഇന്നത്തെ കളിയായിരിക്കും ടേണിംഗ് പോയിന്റ് മേ ബി. ഓക്കെ, കാരണം ഇനിയും ഒരു ലോങ് വേ ടു ഗോ ആണ്. ഇനിയും ഒരുപാട് കളികൾ ബാക്കിയുണ്ട്. അപ്പോൾ ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് വി വിൽ വിൻ ഇറ്റ്, ആഴ്സണൽ വിൽ വിൻ ഇറ്റ്. ഓക്കെ, അത് ആർട്ടറ്റയുടെ ആ ഒരു മെൻറ്റാലിറ്റി കാരണം ഐ തിങ്ക് ഇറ്റ്സ് എ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ഫോർ ഹിം. നമുക്ക് ആസ് എ ഫാൻ ഹാസ് എ റൈറ്റ് ടു ബി ഫ്രസ്ട്രേറ്റഡ്. ഓക്കെ, കാരണം രാത്രിയൊക്കെ ഇരുന്ന് കളി കണ്ടിട്ട് ആ സമയത്ത് കളി തോൽക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ആരോ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു വോൾസേൽ ഡ്രോ ചെയ്യുന്നുണ്ട്, ഞാൻ സാരില്ല എന്ന് പറഞ്ഞു. ആസ് എ ഫാൻ ഇറ്റ്സ് എ ടഫ് വൺ. പക്ഷേ ഇത് പ്ലെയേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും കോച്ചിങ് സ്റ്റാഫിൻ്റെയും കയ്യിലാണ്. അവർക്ക് ഈ ക്ലബിന്, അതായത് കഴിഞ്ഞ 20 ഇയേഴ്സായിട്ട് ലീഗ് ടൈറ്റിൽ വിൻ ചെയ്യാത്ത ക്ലബിന് കൊണ്ടുവരാനായിട്ട് ദേ ഹാവ് ദി ചാൻസ്. ടൈറ്റിൽ ഇപ്പോഴും ആഴ്സണലിൻ്റെ കയ്യിലാണ്. ആഴ്സണലിൽ എല്ലാ കളിയും ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണലിന് വിൻ ചെയ്യാൻ പറ്റും, ട്രോഫി ലീഗ് വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആഴ്സണൽ ഹാവ് ദി ബെസ്റ്റ് ഗെയിം, ബെസ്റ്റ് നെക്സ്റ്റ് ഗെയിം. കാരണം അതിലൊരു പ്രത്യേകിച്ചൊരു മോട്ടിവേഷനും ആവശ്യമില്ല. നെക്സ്റ്റ് ഗെയിം ഈസ് അഗെയിൻസ്റ്റ് ടോട്ടൻഹാം. അപ്പോൾ ഐ തിങ്ക് we are going to win against Tottenham, and yeah, I think this team will be back on Sunday. Come on, you guys.